ബിരിയാണി വെച്ച് കൊടുത്തിട്ടുണ്ടോ? ലെവൽ 12 അല്ല മൗലവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങള് പുതിയൊരു വീടുണ്ടാക്കിയിട്ട് താമസിക്കുന്ന ദിവസം നിങ്ങൾ ഇവിടെ എന്താ പറയാ? കുറ്റൂസാന എന്താ മനോജ് പറയാ? കുറ്റൂസ അറിയോ? ഗ്രഹപ്രവേശന ദിവസം ഒരു പുതിയ വീടുണ്ടാക്കിയിട്ട് അവർക്ക് നല്ല ബിരിയാണി വെച്ചെടുക്കുന്ന ഒരു ഏർപ്പാണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഉണ്ടല്ലേ? ഉണ്ട്. അതില് മൗലവിമാര് വരലില്ലേ? ഭക്ഷണം കഴിക്കലില്ലേ? നിങ്ങൾ ചോദിക്കണം, അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് നബിതങ്ങളോ സഹാബികളോ പുതിയ വീടുണ്ടാക്കി താമസിക്കുമ്പോ കുറ്റൂസ നടത്തിയിട്ടുണ്ടോ, ബിരിയാണി വെച്ച് കൊടുത്തിട്ടുണ്ടോ എന്നൊന്ന് ചോദിക്കണം. ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ നിങ്ങൾ എനിക്ക് വിളിക്കണം. 94 47 15 6 4 9 6. നമുക്ക് ആ ഹദീസ് ഒന്ന് കാണണല്ലോ. കുറ്റൂസ നടത്തുമ്പോ മുസ്ലിയാരെ, കുറ്റൂസ നടത്തുന്ന ദിവസം ഉണ്ടല്ലോ, അത് ഈ വീടുണ്ടാക്കിയ മനുഷ്യന് വലിയ സന്തോഷമുള്ള ദിവസമായതുകൊണ്ട് ഭക്ഷണം കൊടുക്കാണ്. അങ്ങനെയാ? എന്നാ ഞങ്ങൾക്ക് കേൾക്കണോ, ഞങ്ങളെ വീട് ഉദ്ഘാടനം ചെയ്യുന്നൊരു നേതാവുണ്ട്. ആ വീട് ഇറങ്ങിപ്പോകുന്ന വീടല്ല, ഞങ്ങൾ കാലകാലം താമസിക്കാൻ വേണ്ടിയുള്ള വീടാണത്. അന അവരുമൈഹരിക്കു ഹൽഖൽ ജന്ന, സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിച്ചു കുലുക്കി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാണ്. ആ നേതാവിന്റെ ജന്മദിനം ഞങ്ങള് മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ദിനം. അന്ന് ഞങ്ങൾ ബിരിയാണി കൊടുക്കും കേട്ടോ. അത് ഹറാമാണെന്ന് പറയാൻ ഖുർആനിലെ ആയത്തെവിടെ, ഹദീസെവിടെ? ഒരു തെളിവുമില്ലാതെ പടച്ച റബ്ബിന്റെ മേലിൽ പച്ചക്കള്ളം പറയുന്ന ഐഎസ്കാരാ, ചോദിക്കട്ടെ, ഖുർആൻ നിനക്കൊന്ന് ഓതിത്തരട്ടെ. ഖുർആനിൽ അല്ലാഹു തആല പറയാണ്, ഫകുലൂ മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ തയ്യിബാ. അല്ലാഹ് നിങ്ങൾക്ക് ഹലാലാക്കി തന്ന നല്ല ബിരിയാണി ഉണ്ടല്ലോ, നല്ല ഭക്ഷണമുണ്ടല്ലോ, നിങ്ങൾ കഴിച്ചോളൂ. വസ്കുറൂ, നിങ്ങൾക്ക് അല്ലാഹ് തന്ന അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദി പ്രകടിപ്പിച്ചോളൂ. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾക്ക് തന്നില്ലേ, ജനിപ്പിച്ചു തന്നില്ലേ, പറഞ്ഞേച്ചു തന്നില്ലേ, നിങ്ങളെ ഉമ്മത്തികളിൽ പെടുത്തിയില്ലേ? നിങ്ങൾ നന്ദി ചെയ്തോളൂ, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി ചെയ്തോളൂ. ഇൻകുന്തും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന് നന്ദി ചെയ്തോളൂ. ഏത് ഐഎസ്കാരൻ വന്നിട്ട് നബിദിനത്തിന്റെ ഭക്ഷണം ഹറാമാണെന്ന് പറഞ്ഞാൽ സ്വീകരിക്കേണ്ട മുസ്ലിമേ, അല്ലാഹ് പറയുന്ന ഹറാമായ ഭക്ഷണം ഞാനങ്ങ് എണ്ണിത്തരാം. ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത, ശവം നിങ്ങൾക്ക് അല്ലാഹ് ഹറാമാക്കിയതാണ്. വദ്ദമ, ചോര ഹറാമാക്കിയതാണ്. വലഹ്മൽ ഖിൻസീർ, പന്നിയിറച്ചി ഹറാമാക്കിയതാണ്. വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അല്ലാഹുവിന്റെ പേരുച്ചരിക്കുന്നതിന് പകരം മറ്റേതെങ്കിലും ദൈവത്തിന് അതാ ബലിയർപ്പിച്ചത് നിങ്ങൾക്ക് ഹറാമാണ്. ഫമനിൽ തുറ ഗൈറ ബാഗിൻ വലാ ആദിൻ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അതേ സമയത്ത് ഒരു മനുഷ്യൻ വിഷമിച്ചുപോയി, ഒരു ഭക്ഷണവും കിട്ടുന്നില്ല, അവനൊരു യാത്രയിൽ കുടുങ്ങിപ്പോയി, അവനിപ്പോ ഒന്നും കഴിച്ചില്ലെങ്കിൽ മരിക്കുമെന്ന അവസ്ഥ വന്ന്, അപ്പോൾ അവൻ ഒരു പന്നിയിറച്ചി തിന്നാതെ അവന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റാത്ത ചുറ്റുപാട് വന്നാൽ അവന് പടച്ചവൻ പുറത്തു കൊടുക്കുന്നവനായിരിക്കും. ഇത് പറഞ്ഞിട്ടല്ല പറയാണ്. അപ്പൊ ഹറാമായ ഭക്ഷണം എണ്ണി പറഞ്ഞിട്ടല്ല പറയാണ്. വലാ തഖൂലൂ, ഓ മുജാഹിദ് മൗലവിമാരെ, അല്ലാഹുവിന്റെ ഖുർആൻ നിങ്ങളെ നെഞ്ഞിലേക്ക് ചൂണ്ടുന്നത് കണ്ടോ? വലാ തഖൂലൂ, നിങ്ങൾ പറഞ്ഞേക്കരുതേ. ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ, നിങ്ങളുടെ നാവ് കൊണ്ട് തോന്നിവാസം കള്ളം പറയരുതേ. ഹാദാ ഹലാൽ, മുജാഹിദിന്റെ കുറ്റൂസന്റെ ആ ബിരിയാണി ഹലാലാണ്. വഹാദാ ഹറാം, റസൂലുള്ളാഹിന്റെ ജന്മത്തിൽ സന്തോഷിച്ചുള്ള ഭക്ഷണം ഹറാമാണ് എന്നിങ്ങനെ അത്
ഹലാൽ ഇത് ഹറാമെന്ന് നിങ്ങൾ തോന്നിവാസം കള്ളം പറയല്ലേ. ഇതഫ്തറൂ അലല്ലാഹിൽ കദിബ, പടച്ചവന്റെ പേരിൽ പച്ചക്കള്ളം കെട്ടി പറയാൻ വേണ്ടി നിങ്ങൾ കള്ളം പറയല്ലേ. ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ, പടച്ചവന്റെ പേരിൽ കള്ളം കെട്ടിപ്പറയുന്നവര് ലാ യുഫ്ലിഹൂൻ, അവര് അതാ കുറെ പൊട്ടിപ്പിളർന്നാലും പൊട്ടിപ്പിളർന്നവരെല്ലാവരും കൂടി രണ്ടാമതും ഒന്നായാലും അതിനാര് ആശംസ പറഞ്ഞാലും ലാ യുഫ്ലിഹൂൻ, അവര് വിജയിക്കൂല.